അടിപൊളി. ഇപ്പൊ കണ്ടിറങ്ങിയതേ ഉള്ളൂ സിനിമ. ബസൂക്ക സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാ തരക്കാർക്കും ഇഷ്ടമാണ് സിനിമയാണ്. ഗെയിമിങ്ങിന്റെ കുറെ എലമെന്റ്സ് ഒക്കെ ഉണ്ട് ഈ സിനിമയില്. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നല്ല സസ്പെൻസും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അടിപൊളിയാണ്. മമ്മയായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എനിക്ക് ഇതിലുണ്ട് 1-2 സീൻ കോമ്പിനേഷൻ സീനുകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അത്ര പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. കുറച്ച് സസ്പെൻസ് ആണ്. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അടിപൊളിയാണ്. ഒരു മമ്മൂക്ക മാസ് ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. എഡിറ്റിങ്ങും അതിൻ്റെ സിനിമറ്റോഗ്രഫിയും ബ്യൂട്ടിഫുൾ. മമ്മൂക്ക എടുത്തു പറയേണ്ട രീതിയിൽ അമേസിങ്. എനിക്കിതിനകത്തൊരു വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നെ പോലുള്ള ആക്ടേഴ്സിനെ എല്ലാവരും കാണുക, ഇതിൽ വന്ന് പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. ഭയങ്കര ഒരു ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയൊരു ഫിലിമാണ്. സോ ഡു വാച്ച് ആൻഡ് സപ്പോർട്ട് us. സൂപ്പർ, ചാൻസ് ഇല്ല. നല്ല അടിപൊളി, ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു പുള്ളി വന്നപ്പോൾ തന്നെ ശരിക്കും കണ്ണ് നിറഞ്ഞു. ആ രണ്ടാമത്തെ ബസൂക്കയാണെന്ന് റിവീൽ ചെയ്യുന്നതും എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് നല്ല പടം, അടിപൊളി പടം. നമുക്ക് തകർത്തിട്ടുണ്ട്. ഇപ്പം അവസാനം എഴുതി കാണിക്കുന്ന പോലെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ഇച്ചാക്കയുടെ അസുഖമൊക്കെ മാറി സുഖമായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അല്ല, ഒരു ആ സിനിമയിൽ തന്നെ എത്ര ഒരു ലുക്കിലാണ് വരുന്നത്. അതൊക്കെ നമുക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. പിന്നെ എന്താ പറഞ്ഞ ഇപ്പം എല്ലാവർക്കും ഒരു പേടിയും പ്രാർത്ഥനയൊക്കെ അസുഖമായിട്ടിരിക്കുന്നതാണല്ലോ. അപ്പം നമുക്കടെ അസുഖമൊക്കെ മാറി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നത്. പിന്നെ തീർച്ചയായും നല്ല നല്ല പടമാണ്. അവസാനം വരെ സസ്പെൻസ് ഉള്ളൊരു പടമാണ്. അപ്പോൾ ഈ സസ്പെൻസ് ഉള്ളൊരു പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാണാൻ ഇപ്പം കണ്ടവർ തന്നെ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞത് ഇത്ര ഹെവി ആയിട്ട് മാറും. എല്ലാവരുടെയും പ്രാർത്ഥന ഇക്കയുടെ അസുഖം മാറി വരിക എന്ന് മാത്രമാണ്. അത്രയേ ഉള്ളൂ. താങ്ക് യു. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ബസൂക്ക. എന്താ പറയുക, നമ്മളൊരു ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് ഇങ്ങനെ കയറിയൊരു സിനിമയായിരുന്നു. പക്ഷേ നമ്മളെ തിയേറ്ററിൽ നിന്നും മാക്സിമം സാറ്റിസ്ഫാക്ഷനിൽ തിയേറ്റർ വിട്ടിറങ്ങാൻ പറ്റി. അത് തന്നെയാണ് ബസൂക്കയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം കാണണമെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. അവസാനത്തെ ഒരു 10-20 മിനിറ്റ് ഉണ്ട്. അത് സിനിമയെ നമ്മൾ പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തിയേറ്റർ വിട്ടിറങ്ങാൻ പറ്റുക. ലുക്ക് കാണാൻ വേണ്ടി തന്നെ, മമ്മൂക്കയുടെ ലുക്ക് കാണാൻ വേണ്ടി തന്നെ നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുക. അത്രയും സ്റ്റൈലിഷ് ആണ് മമ്മൂക്ക. ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് ഈ അടുത്ത് ഞാനൊരു സിനിമയിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വേറെ ലെവലാണ്. മേക്കിംഗ് ആയാലും മമ്മൂക്കനെ പ്രസന്റ് ചെയ്ത രീതിയായാലും സ്റ്റൈലായാലും എല്ലാം വേറെ ലെവൽ തന്നെയാണ് പറയാം. രക്ഷയില്ല. മമ്മൂടിയുടെ കാണാതിരുന്ന എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നത് കണ്ടപ്പോൾ മനസ്സിലായി. ആ സാധനം കൂടെ അതിൽ കണ്ടു. ഒരു അവസാന ഭാഗത്തുള്ള മമ്മൂട്ടി ഇതുവരെ കണ്ടതിൽ ഇനിയും മുന്നിലേക്ക് നിൽക്കുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരമായിട്ടുണ്ട്. എൻഗേജിങ് ആണ്. പ്രതീക്ഷിച്ച പോലുള്ള സസ്പെൻസുകളും രസങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയും സിനിമ പോകുന്നുണ്ട്. രസമായി. സമയം പോയത് അറിഞ്ഞില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഗെയിം ബാക്ക്ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് അത് കുട്ടികളെയും കൂടിയും അട്രാക്റ്റ് ചെയ്യുന്നതാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടമാണെന്നില്ല. പക്ഷെ അത് കുട്ടികളെയും കൂടി ഒപ്പം നിർത്തുന്ന തരത്തിലുള്ള ഒരു ഗെയിമിംഗ് എന്നുള്ളതിന് അതിന് രസമായി തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ ഇപ്പോൾ ഗെയിമിംഗ് പറഞ്ഞാൽ ഒന്നുകൂടി കുട്ടികൾക്ക് എന്നുള്ള നിലയ്ക്ക്, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ വലിയവർക്ക്. ഇത് രണ്ടും കൂടി നല്ല ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡിനോ ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത് തോന്നില്ല. മേക്കിങ്ങും എല്ലാം രസമായിട്ടുണ്ട്. ഇഷ്ടപ്പെടും. താങ്ക് യു.